നമസ്കാരം. ലൈഫ് ട്രാവൽ ഇവൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പെറുവിലെ ലോകാത്ഭുതമായ മാച്ചു പിച്ചുവിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം അടുത്തതായി പെറുവിലെ മറ്റൊരു ലോകാത്ഭുതത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുകയാണ്. ആൻഡീസ് പർവ്വതനിരകൾക്കിടയിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച റെയിൻബോ മൗണ്ടൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. (2013) വരെ ആൻഡിയൻ പർവ്വതനിരകളിലെ മഞ്ഞു പുതപ്പിനുള്ളിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച അത്ഭുത കാഴ്ചയാണ് റെയിൻബോ മൗണ്ടൻ എന്നറിയപ്പെടുന്ന വിനികുൻക പർവ്വതം. മാച്ചു പിച്ചു കഴിഞ്ഞാൽ പെറുവിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലം കൂടിയാണിത്. കുസ്കോയിൽ നിന്നും പുറപ്പെട്ട് കുൽക്ക എന്നറിയപ്പെടുന്ന റെയിൻബോ മൗണ്ടനു താഴെയുള്ള ചെറിയ വില്ലേജിലേക്കാണ് നമ്മുടെ യാത്രയുടെ ആദ്യഘട്ടം. മലകളുടെയും താഴ്വരകളുടെയും മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് മുന്നോട്ടു പോകുമ്പോൾ പെട്ടെന്ന് അൽപ്പാക്കകളും ലാമകളും ചെമ്മരിയാടുകളും അടങ്ങിയ വലിയൊരു കൂട്ടം റോഡരികിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ കുൽക്ക വില്ലേജിലാണുള്ളത്. ഇവിടെ നിന്നും റെയിൻബോ മൗണ്ടൻ്റെ ബേസ് ക്യാമ്പ് വരെയുള്ള 12 കിലോമീറ്റർ ദൂരം ഓൾ ടെറൈൻ ക്വാഡ് ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. കുസ്കോ മുതൽ കുൽക്ക വരെയുള്ള 117 കിലോമീറ്റർ ടൂർ കമ്പനിയുടെ മിനി ബസ്സിലാണ് യാത്ര ചെയ്തത്. ഏകദേശം 3 മണിക്കൂർ എടുത്താണ് ഇവിടെ വരെ എത്തിച്ചേർന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4100 മീറ്റർ ഉയരമുള്ള കുൽക്കയിൽ നിന്നും 4500 മീറ്റർ ഉയരമുള്ള റെയിൻബോ മൗണ്ടൻ ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണുവാൻ കഴിയുന്നത്. മലയെ ചുറ്റിപ്പോകുന്ന വീതി കുറഞ്ഞ മൺവഴിയിലൂടെയാണ് ക്വാഡ് ബൈക്കിൽ ഞങ്ങളുടെ സഞ്ചാരം. കുൽക്കയിൽ വച്ച് ഇത് ഓടിക്കുന്നതിനുള്ള ഒരു പരിശീലനം നൽകിയിരുന്നു. ആ ധൈര്യത്തിലാണ് ഞങ്ങളുടെ ഈ സാഹസം. നീലാകാശത്തിന് താഴെ പച്ചപ്പുൽപ്പുതപ്പണിഞ്ഞ മലനിരകളും മലഞ്ചെരുവിലൂടെ പതഞ്ഞൊഴുകുന്ന അരുവികളും അരുവികളുടെ തീരത്തെ പുൽമേടുകളിൽ മേയുന്ന അൽപ്പാക്കകളും ലാമകളും ചെമ്മരിയാടുകളും കുതിരകളും എല്ലാം ചേർന്ന് മനോഹരമായ ആൻഡിയൻ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ യാത്ര. ആഗോള താപനത്തെ തുടർന്ന് മഞ്ഞുരുകിയപ്പോൾ 2013 തദ്ദേശവാസികൾ സപ്തവർണ്ണങ്ങളിലുള്ള ഈ മലനിരകൾ കണ്ടെത്തിയത്. 2015 മുതൽ ഇത് ടൂറിസ്റ്റുകളുടെ ഒരു ഇഷ്ട ലൊക്കേഷനായി മാറി. നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ്റെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതോടുകൂടി റെയിൻബോ മൗണ്ടൻ ലോകപ്രശസ്തമായി തീർന്നു. ഇപ്പോൾ നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും 4500 മീറ്റർ ഉയരത്തിലുള്ള റെയിൻബോ മൗണ്ടൻ്റെ ബേസ് ക്യാമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കുസ്കോപാറ്റ ബേസ് ക്യാമ്പ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ ബേസ് ക്യാമ്പിൽ നിന്നും റെയിൻബോ മൗണ്ടന് മുകളിലേക്ക് കാൽനടയായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതുകൂടാതെ കുതിരപ്പുറത്തും ബൈക്കുകളിലും ഈ മലയുടെ മുകളിലേക്ക് പോകാവുന്നതാണ്. ഏകദേശം 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആയാസകരമായ ഒരു ട്രക്കിംഗ് ആണ് ഇവിടെ നിന്നും മലമുകളിലേക്കുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 15000 അടിയിലധികം ഉയരത്തിലായതിനാൽ ഓക്സിജന്റെ ദൗർലഭ്യം ഇതുവഴിയുള്ള ട്രക്കിംഗ് കൂടുതൽ ദുഷ്കരമാക്കി തീർക്കുന്നു. ഈ കയറ്റത്തിൻ്റെ അവസാനത്തെ 200 മീറ്റർ ദൂരം വളരെ കുത്തനെയുള്ള കയറ്റമാണ്. ഈ കയറ്റം കയറി നമ്മൾ എത്തുന്നത് റെയിൻബോ മൗണ്ടൻ്റെ മനോഹരമായ കാഴ്ചയിലേക്കാണ്. ഇവിടെ ഒരു മലനിരയാകെ വിവിധ നിറത്തിലുള്ള വർണ്ണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന അതിശയകരമായ കാഴ്ചയാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുക. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പർവ്വതശിഖരം സമുദ്രനിരപ്പിൽ നിന്നും 16522 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലായി ഭൗമ പ്രതിഭാസങ്ങളിലൂടെയുണ്ടായ ധാതു നിക്ഷേപമാണ് റെയിൻബോ മൗണ്ടനിലെ മലകൾക്ക് ഈ വിവിധ വർണ്ണങ്ങൾ നൽകുന്നത്. മലമുകളിൽ സപ്തവർണ്ണങ്ങളിൽ അത്ഭുതം വിരിയിച്ച ഈ പ്രതിഭാസത്തെയാണ്
പ്രകൃതി 2013 വരെ മഞ്ഞുപാളികൾക്കുള്ളിൽ ഒളിപ്പിച്ച് സംരക്ഷിച്ചത്. റെയിൻബോ മൗണ്ടന്റെ ഈ കാണുന്ന ഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 17,060 അടി ഉയരമുണ്ട്. ഇത് ടിബറ്റിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പിനേക്കാൾ ഉയരത്തിലാണ്. റെയിൻബോ മൗണ്ടന് എവറസ്റ്റ് കൊടുമുടിയുടെ പകുതിയിൽ കൂടുതൽ ഉയരമുണ്ട്. മനോഹരമായ ഈ പ്രകൃതി അത്ഭുതത്തിനെ പശ്ചാത്തലമാക്കി ചിത്രങ്ങൾ എടുക്കുന്നതിന് നിരവധി ഫോട്ടോ പോയിന്റുകൾ ഇവിടെയുണ്ട്. കൂടാതെ അണിയിച്ചൊരുക്കി നിർത്തിയ ലാമകളുടെയും അൽപ്പാക്കകളുടെയും കൂടെ നിന്നും ചിത്രങ്ങൾ എടുക്കുവാൻ സാധിക്കും. ആൻഡീസിലെ ഈ പർവ്വത ഭാഗത്തിന് ഏകദേശം 25 ദശലക്ഷം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായുണ്ടായ ഭൗമ പ്രക്രിയകളുടെയും ധാതു നിക്ഷേപങ്ങളുടെയും ഫലമാണ് പർവ്വതത്തിൻ്റെ അതുല്യമായ നിറങ്ങൾക്ക് കാരണം. ഇരുമ്പയിരാൽ സമ്പുഷ്ടമായ കളിമണ്ണാണ് പർവ്വതത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ചുവന്ന കളിമണ്ണും മണലും നിറഞ്ഞ മിശ്രിതമാണ് പിങ്ക് നിറത്തിന് കാരണം. ചുണ്ണാമ്പ് കല്ലും ക്വാർട്സ് മണലും ചേർന്ന് വെള്ള നിറവും ഫെറോ മഗ്നീഷ്യൻ ധാതുക്കളും ചെമ്പ് ഓക്സൈഡും ചേർന്ന് പച്ച നിറവും നൽകുന്നു. സൾഫറസ് ധാതുക്കളും കാൽക്കിറയസ് മണൽക്കല്ലുകളും ചേർന്ന മിശ്രിതമാണ് മഞ്ഞ നിറം നൽകുന്നത്. കളിമണ്ണിൻ്റെയും കാൽസ്യം കാർബണേറ്റിൻ്റെയും മിശ്രിതവും സിലിക്കേറ്റുകളും ചേർന്ന് പർപ്പിൾ നിറവും മഗ്നീഷ്യം ധാതുക്കൾ തവിട്ടു നിറവും നൽകുന്നു. മൗണ്ടൻ ഓഫ് 7 കളേഴ്സ് എന്നറിയപ്പെടുന്ന വിനികുൻഗയിൽ 1 മണിക്കൂറോളം ചിലവഴിച്ച ശേഷം ഞങ്ങളിനി താഴേക്കിറങ്ങുകയാണ്. ഇവിടെ മലമടക്കുകളിലെ പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന അൽപ്പാക്കകളെയും കുതിരകളെയും കാണുവാൻ കഴിയുന്നു. പ്രകൃതിയിലെ ഒരത്ഭുത പ്രതിഭാസത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച സംതൃപ്തിയിൽ ഞങ്ങളിപ്പോൾ ക്വാഡ് ബൈക്കിൽ താഴ്വരയിലേക്ക് പോകുകയാണ്. പെറുവിലേക്കുള്ള ഈ യാത്ര എനിക്കും സുഹൃത്ത് ഹരികൃഷ്ണനും ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു. ഇൻകകളുടെ തലസ്ഥാന നഗരമായ കുസ്കോയും ലോകാത്ഭുതമായ മാച്ചു പിച്ചുവും പ്രകൃതി അത്ഭുതമായ റെയിൻബോ മൗണ്ടനും ഒരിക്കലും മനസ്സിൽ നിന്നും മായാത്ത കാഴ്ചകളാണ്. ചരിത്രവും സംസ്കാരവും പ്രകൃതി ദൃശ്യങ്ങളും ആസ്വദിക്കുന്ന ഏതൊരാൾക്കും കണ്ണിനും മനസ്സിനും ഒരുപോലെ വിരുന്നൊരുക്കുന്ന മനോഹരമായ ഒരു പ്രദേശമാണ് പെറു. ഒരിക്കൽ കൂടി കാണുവാനും അനുഭവിക്കുവാനും ആഗ്രഹിക്കുന്ന പെറുവിയൻ സഞ്ചാരത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.